2024 എഴുതിയ എല്ലാ എൻട്രൻസ് എക്സാമിലും മികച്ച വിജയം വരിച്ച ജ്യോതിഷനോടൊപ്പമാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ജ്യോതിഷൻ സ്വദേശം പാലക്കാടാണ്. നമുക്ക് ജ്യോതിഷനോട് ഏതൊക്കെ എൻട്രൻസ് ആണ് എഴുതിയത്, അതിൻ്റെ സ്കോറുകൾ, ഡീറ്റെയിൽസ് അവർക്ക് ചോദിച്ചറിയാം. ജ്യോതിഷേ, എനിക്ക് നീറ്റിന് 695 മാർക്ക് കിട്ടി. അതുപോലെ ജി അഡ്വാൻസിന് 9042 ആയിരുന്നു റാങ്ക്. പിന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 307, പിന്നെ നെക്സ്റ്റ് എക്സാമിന് ഓൾ ഇന്ത്യ 8th റാങ്ക് കിട്ടി. നെക്സ്റ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ 8th റാങ്ക്. ഓക്കെ. ഒരേ സമയം എങ്ങനെയാണ് IITക്ക് വേണ്ടിയും അതോടൊപ്പം നീറ്റ് എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യാൻ ജ്യോതിഷം സാധിച്ചത്? ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് നീറ്റിനാണ് കൊടുത്തത്. പിന്നെ ജെഇയുടെ അവസാനമാകുമ്പോൾ ഭയങ്കര ഡെപ്തിൽ ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എനിക്ക് ബ്രില്യൻറ്റിൽ നിന്ന് ജെഇക്കും നീറ്റിനുള്ള ബുക്സ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലേൺ ആപ്പിൽ ജെഇയുടെ ക്ലാസ്സസ് എനിക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ജ്യോതിഷ് 2024 ബ്രില്യൻറ്റിൽ phase 1 ബാച്ചിൽ R3 ബാച്ചിലായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ നീറ്റ് എക്സാമിനുള്ള ജ്യോതിഷം പ്രിപ്പറേഷൻ? ഫസ്റ്റ് ഓഫ് ഓൾ വീക്ക്ലി എക്സാംസിന് നന്നായി പഠിക്കുമായിരുന്നു. എല്ലാ ആഴ്ചയും വീക്ക്ലി എക്സാം ഉണ്ടായിരുന്നു. അതുകൂടാതെ A+ എക്സാമും NCERT എക്സാമും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഒരുവിധം പോർഷൻസ് എല്ലാം കവറായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയി പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ ക്ലാസ്സുകൾ, നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സുകൾ എപ്രകാരം? +2 ഉയർന്ന മാർക്ക് വാങ്ങിച്ചാണ് ജ്യോതിഷം അവിടെ എത്തുന്നത്. അതോടൊപ്പം നമ്മുടെ ബ്രില്ലിൻ്റെ ക്ലാസ്സുകൾ വരിക. ജ്യോതിഷം നമ്മുടെ ക്ലാസ്സിൽ എപ്രകാരമാണ് ഉപകാരപ്പെട്ടത്? ക്ലാസ്സുകൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എനിക്കിതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നീറ്റിന് ഒരു 3-4 പടി മുകളിൽ നിൽക്കുന്ന ടൈപ്പ് ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നീറ്റ് കഴിഞ്ഞിട്ടും വേറെ എക്സാംസിനൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ക്ലാസ് ആയിരുന്നു ബ്രില്ലിൽ നിന്ന് കിട്ടിയത്. നമ്മുടെ എക്സാം നമുക്കറിയാം, ഇപ്പം വീക്കിലി എക്സാം എല്ലാ ആഴ്ചയും വീക്കിലി എക്സാം ഉണ്ടായിരുന്നു. നീറ്റ് സ്കൂൾ 695 വരെ നീറ്റിലേക്ക് എത്തുമ്പം ആദ്യം മുതലേ വീക്കിലി എക്സാം ഈ ഒരു റേഞ്ച് കീപ്പ് ചെയ്താണോ പോന്നിരുന്നത്? എനിക്കൊരു 680 റേഞ്ച് ആയിരുന്നു എൻ്റെ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കെയർലെസ് മിസ്റ്റേക്സ് ആയിരുന്നു ഒരുപാട് വരുന്നുണ്ടായിരുന്നത്. ഞാൻ അതിനെ മാനേജ് ചെയ്ത് പോയിട്ട് ഈ ഒരു മാർക്കിലേക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ കെയർലെസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിൽ മെൻറ്ററുടെയും കോർഡിനേറ്ററൊക്കെ റോൾ എങ്ങനെയായിരുന്നു? വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് എന്നെ കൊണ്ട് എല്ലാ കെയർലെസ് മിസ്റ്റേക്സും എഴുതി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഗ്നോർ ചെയ്യായിരുന്നു കെയർലെസ് മിസ്റ്റേക്സ്. അതായിരുന്നു എൻ്റെ മെയിൻ ഇഷ്യൂ. കെയർലെസ് ആണെങ്കിൽ അത് കുഴപ്പമില്ല, അത് അടുത്ത വർഷം ശരിയാവുന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ പകരം ഞാൻ എനിക്ക് പറ്റിയ എല്ലാ കെയർലെസ് മിസ്റ്റേക്സും ഒരു ബുക്കിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ അത് ബെറ്റർ ആയിക്കൊണ്ടിരുന്നു. കൃത്യമായിട്ട് കറക്ഷൻ ഓരോ ആഴ്ചയിലും എഴുതുമായിരുന്നു. നമ്മുടെ ഈ ലേണിംഗ് ആപ്പ് കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്ന ആളല്ലേ? അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഇപ്പം നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നത്തെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, അതോടൊപ്പം പല ടൈപ്പ് ക്വസ്റ്റ്യൻ, പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ എപ്രകാരം ഉപയോഗിക്കുമായിരുന്നു? ഞാൻ എല്ലാ എക്സാമിന് മുമ്പ് ലെവൽ 1, 2, 3 ഒരു വട്ടം ചെയ്യുമായിരുന്നു. പക്ഷേ ബ്രില്ലിൻ ലെവൽ 1-ൽ തന്നെ 3-4 എക്സാംസ് ഉണ്ടായിരുന്നു. അതിന്റെ സർപ്ലസ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. എല്ലാം ചെയ്യാൻ പറ്റില്ല, പക്ഷെ കുറച്ച് ചെയ്താൽ തന്നെ നല്ല റിസൾട്ടിലേക്ക് വരാം. പറ്റുന്ന പോലെ ഉപയോഗിക്കായിരുന്നു. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമുക്കറിയാം, ബ്രില്ലിന് വരുന്ന ഓരോ കുട്ടിക്ക് നമ്മൾ 27 സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കുക. അതെല്ലാം ഉപയോഗിക്കാൻ അതൊക്കെ എപ്രകാരമാണ് നമുക്ക് ഈ റാങ്കിലേക്ക്, ഈ ടോപ്പിലേക്ക് തന്നെ ഉപകാരപ്പെട്ടെ? എല്ലാം കൂടെ ഉപയോഗിക്കാൻ നടക്കില്ലായിരുന്നു. ഞാൻ ആദ്യം അങ്ങനെ നോക്കിയപ്പോൾ വളരെയധികം പാടുപെട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓരോ എക്സാംസിനും ബ്രില്യൻറ്റിൽ വീക്ക്ലി എക്സാം ഉണ്ടായിരുന്നു. പിന്നെ മോഡൽ 2-3 റൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ റൗണ്ടിലും ഒരു മെറ്റീരിയൽ വെച്ച് തീർത്തിട്ട് അങ്ങനെ പോകുമായിരുന്നു. എല്ലാ മെറ്റീരിയലും നമ്മൾ ഉപയോഗിച്ചു എപ്പോഴും ഏതെങ്കിലും ഒരു റൗണ്ടിൽ ഉപയോഗിച്ചില്ല. നമ്മുടെ പഠനം തീർച്ചയായിട്ടും NCERT ബേസ്ഡ് അല്ലായിരുന്നോ? ആയിരുന്നു. അതിനെക്കുറിച്ച് NCERT ബേസ്ഡുള്ള പ്രിപ്പറേഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? NCERT ബേസ്ഡ് ബയോളജി NCERT ഓരോ ലൈനും വായിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ചെയ്തത് വീക്ക്ലി എക്സാമിന് മുമ്പ് തന്നെ ഒരു 3-4 വട്ടം വായിക്കുമായിരുന്നു. വീക്ക്ലി എക്സാം തന്നെ 3-4 വട്ടം NCERT നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഹൈലൈറ്റും എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ ചാപ്റ്ററിലും ഒരു മാർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 15 ടൈംസ് NCERT കവർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ഗോള്. നമ്മുടെ ടാർഗറ്റ് ആയിരുന്നു 15 ടൈംസ് നീറ്റിന് മുമ്പ് NCERT വായിക്കണം. നല്ലൊരു ടാർഗറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഓരോ വട്ടം ചെയ്യുമ്പോഴും ടിക്ക് ചെയ്ത് പോയിട്ട് ഓൾമോസ്റ്റ് എല്ലാം പറ്റിയില്ല, ഓൾമോസ്റ്റ് ആ ലെവലിലേക്ക് എത്താൻ എനിക്ക് പറ്റി. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്കറിയാം, നമ്മൾ ബ്രില്യൻറ്റിലെ ക്ലാസ്സെല്ലാം ഏകദേശം ജനുവരി തീരാറുണ്ട്. ജനുവരി ലാസ്റ്റ് നമ്മൾ റിവിഷൻ മോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ റിവിഷൻ മോൾ എക്സാമുകൾ നമ്മുടെ ഈ ഒരു നീറ്റ് സ്കോർ 695 സ്കോറിലേക്ക് എത്താനായിട്ട് നമുക്ക് എപ്പോഴും ഉപകാരപ്പെട്ടു? നല്ല രീതിയിൽ തന്നെയാണ് ഉപകാരപ്പെട്ടത്. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, ഞാനൊരു ഡെസ്പിറേഷൻ ഒഴിവാക്കുമ്പോൾ തന്നെയാണ് എനിക്ക് നല്ലോണം മാർക്ക് കൂടിയത്. ഞാൻ വളരെയധികം എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ടെൻഷൻ എടുത്തിട്ടായിരുന്നു ആദ്യത്തെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയത്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത റാങ്ക്, നല്ല റാങ്ക് ആയിരുന്നില്ല, കുഴപ്പമില്ലാത്ത റാങ്ക് ആയിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് ഫ്രീ ആയി എഴുതാൻ തുടങ്ങിയപ്പോൾ നല്ല രീതിയിൽ അല്ലേ? നമുക്ക് ഇപ്പം പ്രിപ്പറേഷൻ നടന്ന പിള്ളേരോട് നമുക്ക് പറയാവുന്ന നല്ലൊരു സെന്റൻസാണ്, ആരോടും പറയുന്ന സെന്റൻസാണ്, റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് എക്സാം എഴുതിയപ്പോൾ നമുക്ക് നമ്മുടെ റാങ്ക് അല്ലേ കൂടി. എക്സാമിന് ശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ്, അപ്പോൾ സ്റ്റീഫൻ സാറ് ക്ലാസ്സിൽ റാങ്ക് ലിസ്റ്റുമായിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് ടോപ്പിലൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ട്. ക്യാഷ് പ്രൈസ്, ഗോൾഡ് മെഡലൊക്കെ നമ്മളെ അവാർഡ് നമുക്ക് കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്നുണ്ടല്ലോ. അതൊക്കെ പ്രകാരം ഉപകാരപ്പെട്ടു. നല്ല മോട്ടിവേഷൻ ആയിരുന്നു. ഒരു പോയിന്റിൽ അത്
ഔട്ട് ബാച്ചിന് എക്സാം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഹാളിലൊക്കെ വരുത്തിയിട്ട് തരുമായിരുന്നു. അതൊക്കെ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെയധികം മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ഗോവിന്ദ്, ആഹിൽ രണ്ടുപേരും എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു. എല്ലാ എക്സാമിലും ഞങ്ങൾ 3 പേരിൽ 2 പേർക്കും നല്ല റാങ്ക് വരുമായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ഒരാൾക്ക് ഇപ്പോഴും ഒരു പുഷ് ആയിരുന്നു. അത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ റൂംമേറ്റ് അലൻ, ആഷ്ലി, നമിത്, വരുൺ എല്ലാവരും എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ നമ്മുടെ പഠനാന്തരീക്ഷം വളരെ നല്ലതായിരുന്നു. ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ നല്ലതായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാം ഓർഡർ ആയിരുന്നു. കറക്റ്റ് 7:30 ഫുഡായിരുന്നു. നടക്കൽ ഹോസ്റ്റലായിരുന്നു. എല്ലാം ഷെഡ്യൂൾഡ് ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. നമ്മുടെ റഫറൻസ് സംവിധാനം നമുക്കറിയാം. നമുക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ നീളുന്ന നമുക്ക് വളരെ വലിയൊരു റഫറൻസ് സംവിധാനം നമുക്ക് ക്യാമ്പസിലുണ്ട്. അതെപ്രകാരം നമുക്ക് ഞാൻ ഡെയിലി പോവുമായിരുന്നു. എല്ലാ ദിവസവും 9:30 വരെ അല്ലെങ്കിൽ 10 മണി വരെ ഇരിക്കുമായിരുന്നു രാത്രിയിൽ. പിന്നെ എക്സാമിന്റെ നേരത്തെ പറഞ്ഞ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം എക്സാമിന്റെ തലേന്ന് മാത്രം കുറച്ച് നേരത്തെ വന്ന് കുറച്ച് റിലാക്സ് ചെയ്യായിരുന്നു. ബാക്കി എല്ലാ ദിവസവും ഞാൻ പോവായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ചും കൂടെ സ്റ്റഡി ടൈം കുറച്ച് മൈൻഡ് സെറ്റിലൊക്കെ ഫോക്കസ് ചെയ്യായിരുന്നു. അതുവരെ എല്ലാ ദിവസവും പോകുമായിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഫുൾ പഠിക്കാൻ പറ്റുമായിരുന്നു. അടുത്ത് തന്നെ സാറുമാരും ഉണ്ടായിരുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യായിരുന്നു. ഡൗട്ട് ക്ലിയറൻസ് വളരെ പ്രയോജനപ്പെട്ടോ? നല്ലോണം പ്രയോജനപ്പെട്ടു. അത് ലേണിംഗ് ആപ്പിൽ ആയിരുന്നു അതോ നേരിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് ആയിരുന്നു? നമുക്കത് ഏറ്റവും എനിക്ക് കുറച്ചുകൂടി പ്രിഫർ ചെയ്ത് ഞാൻ നേരിട്ടുള്ളതായിരുന്നു. പക്ഷേ അവസാനമൊക്കെ ഞാൻ രണ്ടും യൂസ് ചെയ്തിരുന്നു. നമ്മുടെ ലൈബ്രറി സംവിധാനത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ വലിയൊരു ലൈബ്രറിയാണ്. ഞാൻ കൂടുതലും ബ്രില്യന്റ് എന്ന ബുക്സ് തന്നെയായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ ലൈബ്രറിയിൽ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് ബ്രില്യന്റിലെ മോഡൽ എക്സാമിന്റെ ആ ഒരു ബുക്ക്ലെറ്റ് ആയിരുന്നു. അങ്ങനത്തെ ആ ബുക്ക്ലെറ്റ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവസാനം കുറെ ഓൾ യൂണിറ്റ് എക്സാമുകൾ തുടർച്ചയായിട്ട് നടത്തി അല്ലേ? ആ എക്സാമുകളെ കുറിച്ച് ആ എക്സാമിൽ എഴുതിയപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഏറ്റവും ഉയർന്ന ടോപ്പിലേക്ക് എത്താൻ പറ്റും, ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റിയോ? ഓരോ എക്സാമും കൂടുതൽ കോൺഫിഡൻസ് കൂട്ടിക്കൊണ്ടേയിരുന്നു. മൊത്തം 33 എക്സാം ഉണ്ടായിരുന്നു. ഓൾ യൂണിറ്റ് തന്നെ അല്ല, എല്ലാം കൂടെ 33 ഉണ്ടായിരുന്നു. പിന്നെ പ്രിപ്പറേറ്ററി ഇതിന്റെ ഒപ്പം 66 അല്ലാണ്ട് ഞാൻ ചെയ്തപ്പോഴേക്കും ഓൾമോസ്റ്റ് 100 പേപ്പറെങ്കിലും അവസാനത്തെ 3 മാസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റാവുന്ന എല്ലാ മിസ്റ്റേക്കും ഞാൻ വരുത്തി കഴിഞ്ഞിട്ടായിരുന്നു നീറ്റിന് പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പരമാവധി കറക്ഷൻസ് വരുത്തി ഓരോ എക്സാം എഴുതി പരമാവധി കറക്ഷൻസ് വരുത്തി നമ്മൾ അടുത്ത ഒരു എക്സാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ബ്രില്യന്റില് ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ മുതൽ അവസാനം വരെ നിങ്ങളുടെ ഒപ്പമുള്ളതാണ് നമ്മുടെ ക്ലാസ് മെന്റർ എന്ന് പറയുന്ന ആള്. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എപ്പോഴും ഇടപെടുന്ന നമ്മുടെ ക്ലാസ് മെന്റർ, അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? എന്റെ ക്ലാസ് ടീച്ചർ റോസ്മി മിസ് ആയിരുന്നു. റോസ്മി സിബി മിസ് എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എനിക്ക് വേറെ ക്ലാസ്സിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തുകൊണ്ട് തരുമായിരുന്നു. വീക്ക്ലി എക്സാമിൻ്റെ ഒക്കെ വേറെ ബാച്ച് നടന്നാക്കി എന്നെ കൊണ്ട് തരുമായിരുന്നു. അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാമിന് മുമ്പ് അത് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവസാനവും മിസ് നല്ല സപ്പോർട്ടായിരുന്നു. മിസ് അധികം ഇടപെടാത്തതുകൊണ്ട് എനിക്ക് അധികം ടെൻഷൻ വന്നില്ല. ഓവറായിട്ട് എന്നെ വന്ന് അങ്ങനെ ടെൻഷൻ അടുപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നെ കംഫർട്ടബിൾ ആയിട്ടായിരുന്നു മിസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ കോർഡിനേറ്റർ സാർ തന്നെയായിരുന്നു. സാറും വളരെ എന്നെ ഇൻസ്പയർ ചെയ്യുമായിരുന്നു. സാറ് ഓരോ മാസം സാർ മീറ്റിംഗ് നടത്തുന്നതൊക്കെ എനിക്ക് നല്ല ഇൻസ്പിറേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ റെഫറൻസിന് പോകുന്ന കാര്യം സാറിൻ്റെ അടുത്ത് സാറിന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ജൂണിൽ സാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് ജസ്റ്റ് 9 റെഫറൻസ് ഇരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്തപ്പോൾ നല്ലൊരു വിജയം നേടാൻ സാധിച്ചു. നമ്മൾ മോഡൽ എക്സാം ഒക്കെ അവിടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നീറ്റ് എക്സാമിലും ഇതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും, ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് പോലെ എത്താൻ പറ്റും, ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ? ഒരു വിശ്വാസം തന്നെയായിരുന്നു എൻ്റെ ഒരു ഫ്യൂൽ എന്ന് പറയുന്നത്. അത്രയും മാർക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള രീതിയിലാണ് ബ്രില്യന്റിലെ ഓരോ വിദ്യാർത്ഥികളും പ്രിപ്പയർ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു റേഞ്ചിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റും. ഒരു കോൺഫിഡൻസ് എക്സാം എഴുതിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. 2025 നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾ, അതായത് നമ്മുടെ ജൂനിയേഴ്സ് അല്ലേ, അവർക്ക് എന്ത് ഡയറക്ഷനാണ് ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ? ഫസ്റ്റ് ഓഫ് ഓൾ ബ്രില്യന്റ് പറയുന്ന എല്ലാ ഡയറക്ഷൻസും എടുക്കുക എന്നുള്ളതാണ്. ഞാൻ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ ബ്രില്യന്റ് പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇത് ജസ്റ്റ് അതേപോലെ ചെയ്തിട്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെസ്പിറേഷൻ ഒഴിവാക്കണം. എല്ലാം ഒരു 15 മണിക്കൂർ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരു ആന്റിസിപ്പേഷൻ വരുന്നുണ്ട്. അത് ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് വരാറില്ല. അതായത് എനിക്കൊരു എക്സാമിന് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന പറഞ്ഞ് പോയിട്ട് പരീക്ഷ എഴുതുമ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിക്കാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പഠിക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസിനോട് റെസ്പോണ്ട് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും മെല്ലെ ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാനും അങ്ങനെയൊന്നും നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഒരു എക്സാമിന് എഴുതുമ്പം എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് 8 ദിവസം തെറ്റുക സ്വാഭാവികമാണ്. കാരണം നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് തെറ്റും, ഉറപ്പാണ്. അങ്ങനെ തെറ്റുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥ, നമ്മുടെ ആ സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ കാരണം നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് രാത്രിയിലൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് വന്ന എക്സാം എഴുതുന്നത്.
അപ്പോൾ നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നും ആക്ച്വലി. ഞാൻ പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കുറഞ്ഞല്ലോ, എനിക്ക് പഠിച്ച ക്വസ്റ്റ്യൻ തെറ്റിപ്പോയല്ലോ, പഠിച്ചത് തന്നെയാണല്ലോ തെറ്റിപ്പോയത് അല്ലേ. അപ്പോൾ ആ സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. അതോടൊപ്പം അടുത്ത ആഴ്ച അത് ബെറ്റർ ആക്കുകയും ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ മിസ്റ്റേക്ക് ബുക്ക് എന്തായാലും എഴുതണം. എനിക്ക് പറയാനുള്ളൊരു കാര്യം, മിസ്റ്റേക്ക് ബുക്ക് റഫായിട്ട് എഴുതുന്നതിന് നേരം ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് മിസ്റ്റേക്ക് ബുക്ക് ചെയ്താൽ നമുക്ക് പിന്നീടും യൂസ് ആവും. ഞാൻ ചെയ്തത് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ട് ചാപ്റ്റർ വൈസ് ഓരോ ക്വസ്റ്റ്യൻസ് എഴുതിയപ്പോൾ എനിക്ക് അവസാനം ആ ചാപ്റ്ററിന്റെ ഒപ്പം നോക്കി പോയാൽ മതിയായിരുന്നു. മിസ്റ്റേക്ക് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു 8 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് 8 ക്വസ്റ്റ്യൻ തെറ്റിയത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ കെയർലെസ് ആയിട്ടായിരിക്കും 6 ക്വസ്റ്റ്യൻ തെറ്റിയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിന്റെ ഇഷ്യൂ അല്ല. അപ്പോൾ 8 ക്വസ്റ്റ്യൻ തെറ്റി പറഞ്ഞിട്ട് കൂടുതലായിട്ട് പഠിക്കുന്നതിന് പകരം കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്ത് എങ്ങനെ തെറ്റിയെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഓവറോൾ ബ്രില്ലിൻ്റെ ഒരു പെർഫോമൻസ് ലാസ്റ്റ് കഴിഞ്ഞ ജൂൺ മുതൽ കഴിഞ്ഞ മെയ് വരെ 11 മാസക്കാലം ജ്യോതിഷ് അവിടെ ഉണ്ടായിരുന്നു. ആ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ബ്രില്യന്റിനെ പറ്റി പറയാൻ വേറെ വാക്കുകളൊന്നും ഇല്ല. ബ്രില്യന്റ് തന്നെയാണ് പറയാൻ പറ്റുക. കാര്യം ഓരോ കാര്യം പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുമായിരുന്നു. ഇത്രയും 40 കൊല്ലമായിട്ടും സ്റ്റിൽ ചേഞ്ചിങ് ആണ് ബ്രില്യന്റ്. ഓരോ ഡിസിഷൻസും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ്. അതിന് പിന്നെയും ഡിസിഷൻ എടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. ആ സിസ്റ്റം ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാ ആഴ്ച എക്സാംസ്, എല്ലാ ആഴ്ചയും അപ്പൊ തന്നെ റിസൾട്ട്, എല്ലാവരും അന്ന് തന്നെ റിസൾട്ട് ഭയങ്കര നല്ലതായിരുന്നു. നമ്മൾ എന്തായാലും ജൂൺ മുതൽ മെയ് മാസം വരെ നമ്മൾ തീവ്രമായ കണ്ടിന്യൂസ് ആയ പഠനത്തിന്റെ ഭാഗമായിട്ട് ബ്രില്ലിലായിരുന്നു. പക്ഷെ അതിനിടയിൽ നമ്മൾ ഓണത്തിനിടയ്ക്കും ക്രിസ്മസിനും അതോടൊപ്പം നമ്മുടെ ക്ലാസ് തീർന്ന ജനുവരി മാസവും നമ്മൾ കുറേ പ്രോഗ്രാമുകൾ നമ്മുടെ റിലാക്സേഷൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ജ്യോതിഷിന്റെ അഭിപ്രായം എങ്ങനെയാണ്? അത് ബ്രില്യന്റിനെ പറ്റി ഇങ്ങനെ പുറത്തുള്ളൊരു അഭിപ്രായമാണ്. എല്ലാ സമയം പഠിക്കണം അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഞാനും അങ്ങനെയാന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ റിലാക്സ് ചെയ്യാനുള്ള എല്ലാ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ എല്ലാം ഉണ്ടായിരുന്നു. കൾച്ചറൽ ഫെസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സിലാണെങ്കിലും ഒരു ടീച്ചർ വരാനൊക്കെ വൈകുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു കുട്ടി പാടുകയോ, അങ്ങനെ എല്ലാ കേസിലും റിലാക്സ് ചെയ്യാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ബ്രില്യന്റിൽ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം പഠിക്കുകയും വേണമെന്നുള്ളതാണ്. നല്ല ഹോസ്റ്റൽ ബേസ് നമ്മൾ ആഘോഷ പരിപാടിയിൽ വെച്ചിരുന്നു ക്രിസ്മസിനൊക്കെ. അതും വളരെ നല്ലതായിരുന്നു. 2025 നീറ്റും അതോടൊപ്പം മറ്റ് വിവിധ എൻട്രൻസ് എഴുതുന്ന കുട്ടിക്ക് ജ്യോതിഷിനെ പോലുള്ള കുട്ടികൾ തികച്ചും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. നമുക്ക് ഫ്യൂച്ചർ ലൈഫിലേക്ക് ജ്യോതിഷിന് എല്ലാവിധ ആശംസകളും നേരാം. താങ്ക് യു സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.